മഞ്ഞുമൽ ബോയ്സിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പലയിടത്തുമായി ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം കിട്ടാത്ത ഒരു ഹൈപ്പാണ് സുഷിൻ ശ്യാമിൻ്റെ ഒരൊറ്റ ഡയലോഗിൽ സിനിമയ്ക്ക് കിട്ടിയത്. മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ സീൻ മാറ്റുമെന്നായിരുന്നു ആ ഡയലോഗ്. ശരിക്കും മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ സീൻ മാറ്റിയോ? സീൻ മാറ്റി മറിച്ചു. എങ്ങനെയാണ് മഞ്ഞുമൽ ബോയ്സ് സീൻ മാറ്റിമറിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ സിനിമയ്ക്കായി അണിയറയിൽ എത്രത്തോളം തയ്യാറെടുപ്പ് നടന്നിരുന്നുവെന്ന്. പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ എല്ലാവരും എടുത്തിട്ടുള്ള അത്ഭുതകരമായ ഒരു എഫേർട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന പോലെ എല്ലാ മേഖലയിലും, അതായത് ആർട്ട് ഡയറക്ഷൻ, മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി, ഡിറക്ഷൻ, അങ്ങനെ എല്ലാ മേഖലയിലും ആ എഫേർട്ട് പരന്നു കിടക്കുന്നത് കാണാം. എടുത്തു പറയേണ്ടത് സിനിമയുടെ ആർട്ട് ഡയറക്ഷൻ തന്നെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത, കണ്ടവരാരും തിരിച്ചു വന്നിട്ടില്ലാത്ത, അതും കേൾക്കുമ്പോൾ തന്നെ ഭീതി ജനിപ്പിക്കുന്ന ഗുണ കേവ്സിനെ ആ ഭീതിയുടെ ഡെപ്ത് ചോരാതെ തന്നെ ഒരു സെറ്റാക്കുക എന്നത് ഒരു ആർട്ട് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. അവിടെയാണ് 100-ൽ 110 മാർക്കും വാങ്ങി അജയൻ ചാലിശ്ശേരി താൻ ആരാണെന്നും എന്താണ് തൻ്റെ റേഞ്ച് എന്നും തെളിയിക്കുന്നത്. സിനിമയുടെ ഏറ്റവും നിർണായകമായ സീനിൽ ഗുണ കേവ്സിൻ്റെ ഒരു വൈറ്റ് ഷോട്ട് ഉണ്ട്. ആ ഷോട്ട് കാണുമ്പോൾ മനസ്സിലാകും എന്താണ് ഒരു നല്ല സെറ്റ് വർക്ക് സിനിമയ്ക്ക് സമ്മാനിക്കുന്ന ഫീൽ എന്ന്. സിനിമയുടെ വിജയത്തിൻ്റെ പകുതി ക്രെഡിറ്റ് അജയൻ ചാലിശ്ശേരിക്ക് കൊടുത്താലും യാതൊരു അത്ഭുതവുമില്ല. മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് പറഞ്ഞ് നമ്മളെ കൊതിപ്പിച്ച മുതലാണ് സുഷിൻ ശ്യാം. എന്നാൽ സുഷിൻ ശ്യാം മഞ്ഞുമലിൻ്റെ സീൻ മാറ്റുന്നതാണ് നമ്മൾ സിനിമയിൽ ഉടനീളം കാണുന്നത്. രണ്ടാം പകുതിയിലെ പ്രധാനപ്പെട്ട പല സീനുകളെയും സുഷിൻ ശ്യാമിൻ്റെ BGM ഭയങ്കരമായി ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സുഷിൻ ശ്യാം എന്നാൽ മിനിമം ക്വാളിറ്റി എന്നതിനെ കൂടി അരക്കെട്ടിട്ട് ഉറപ്പിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാള സിനിമയുടെ അനിരുദ്ധല്ല, നമ്മുടെ സുഷിൻ ശ്യാം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണമെന്ന് പലരും പറയുന്നത് വെറുതെ അല്ല. മഞ്ഞുമലിൻ്റെ പ്രൊമോഷനുകളിൽ സാധാരണ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടു. അത് ഷൈജു ഖാലിദ് പ്രൊമോഷനുകളിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നതാണ്. ചെയ്ത പടങ്ങൾ എത്ര വലിയ വിജയമാണെങ്കിലും പുള്ളി അങ്ങനെയൊന്നും പുറത്തേക്ക് പ്രത്യക്ഷപ്പെടാറില്ല. ഒരുപക്ഷെ അത്രത്തോളം ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം ഷൈജു ഖാലിദൊക്കെ അങ്ങനെ പ്രൊമോഷന് വരുന്നത്. എന്തായാലും ആ ആത്മവിശ്വാസം പടത്തിൽ കാണാനുമുണ്ട്. കൊടൈക്കനാൽ പോലെ ഒരു സ്ഥലത്തെ ഏറ്റവും കിടിലനായി ക്യാമറയിൽ പകർത്താൻ ഒരുപക്ഷെ ഷൈജു ഖാലിദിനപ്പുറം ആരും ഉണ്ടായേക്കില്ലെന്ന് പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. മഞ്ഞുമലിനുണ്ടായ ഏറ്റവും വലിയൊരു ഹോപ്പ് എന്നത് ചിദംബരം എന്ന ഒരൊറ്റ പേരായിരുന്നു. ജാനമൻ എന്ന ഒരൊറ്റ സിനിമയിൽ മനുഷ്യർക്കുണ്ടാകുന്ന ഇമോഷനുകളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചയാളാണ് പുള്ളി. മഞ്ഞുമലിൻ്റെ രണ്ടാം പകുതി മൊത്തം പ്രേക്ഷകരെ ഇമോഷണലി ഹുക്ക് ചെയ്യുന്നതാണ് ചിദംബരത്തിൻ്റെ മേക്കിംഗ്. കഥ നമുക്കറിയാം, കഥാപാത്രങ്ങളെ നമുക്കറിയാം. എന്നാലും തിയേറ്ററിലിരിക്കുമ്പോൾ ഇനി എന്ത് എന്നൊരു അജ്ഞത പ്രേക്ഷകന് സമ്മാനിക്കുന്നതിൽ ചിദംബരം വിജയിക്കുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് ഉറപ്പായും മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മേൽപ്പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ടീം എഫേർട്ട് കൊണ്ടാണ്. ആക്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ട് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തൊട്ട് ഡിറക്ഷൻ ടീം വരെ ഒന്നിച്ചിരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തതിൻ്റെ ഫലം സിനിമയിൽ ഉടനീളമുണ്ട്. സുഷിൻ ശ്യാം പറഞ്ഞത് അച്ചട്ടാണ്. മഞ്ഞുമൽ ബോയ്സ് സീൻ അങ്ങ് മാറ്റി.